ജിഎസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ലക്ഷ്മി വാര്യരും ഗണേഷ് മേനോനും ചേർന്ന് നിർമ്മിക്കുന്ന ധീര്യൻ ഇന്ന് തിയേറ്ററുകളിൽ. ഭീഷ്മപർവം എന്ന മെഗാഹിറ്റ് ചിത്രത്തിന്റെ രചനയിലൂടെ ശ്രദ്ധ നേടിയ ദേവദത്തിന്റെ സംവിധായകനായുള്ള അരങ്ങേറ്റം കൂടിയാണ് ചിത്രം. രാജേഷ് മാധവൻ, ജഗദീഷ്, അശോകൻ, മനോജ് കെ ജയൻ, വിനീത്, സുധീഷ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പ്രശസ്ത ഹോളിവുഡ് താരം മൈക്കൽ മാഡ്സൺ അന്തരിച്ചു. സംവിധായകൻ ക്വിന്റിൻ ടാരന്റിനോയുടെ റിസർവോയർ ഡോഗ്സ്, കിൽ ബിൽ, ഹേറ്റ്ഫുൾ എയ്റ്റ് എന്നീ മാസ്റ്റർ പീസുകളിലെ വേഷങ്ങളിലൂടെ ജനപ്രീതി നേടിയ താരമാണ് മൈക്കൽ മാഡ്സൺ. മാലിബിലുള്ള വീട്ടിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ലോകമെമ്പാടും റെക്കോർഡുകൾ തകർത്ത സ്ക്വിഡ് ഗെയിം 3-ാം സീസൺ റിലീസ് ചെയ്ത 93 രാജ്യങ്ങളിലും നെറ്റ്ഫ്ലിക്സിൽ 1-ാം സ്ഥാനത്താണ് ഈ കൊറിയൻ അതിജീവന പരമ്പര. സ്ട്രീമിംഗ് ആരംഭിച്ചു 3 ദിവസത്തിനുള്ളിലാണ് ഈ നേട്ടം. തെന്നിന്ത്യൻ സിനിമയിൽ തുടക്കം കുറിച്ച ഹിന്ദി സൂപ്പർ താരം അമീർ ഖാൻ. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനീകാന്ത് ചിത്രം കൂലിയിലാണ് അമീർ ഖാൻ പ്രധാന വേഷത്തിലെത്തുന്നത്. അമീർ ഖാന്റെ ക്യാരക്ടർ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ദഹ എന്ന കഥാപാത്രത്തെയാണ് അമീർ ഖാൻ അവതരിപ്പിക്കുന്നത്. രാമായണ ദ ഇൻട്രൊഡക്ഷൻ എന്ന ഇന്ത്യൻ ഇതിഹാസ ചിത്രത്തിന്റെ ഗ്രാൻഡ് പ്രൊമോ ലോഞ്ച് നടന്നു. രൺബീർ കപൂറും യാഷും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത്. ശ്രീരാമനും രാവണനും തമ്മിലുള്ള ഐതിഹാസിക യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും പുത്തൻ കാഴ്ചകളിലൂടെ ഒരു മറക്കാനാകാത്ത ദൃശ്യാനുഭവമായാണ് പ്രേക്ഷകരിലേക്ക് എത്തുക. നിതീഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ചിത്രം നമിത് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോയും യാഷിന്റെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ചേർന്നാണ് നിർമ്മിക്കുന്നത്. 835 കോടി രൂപ ബജറ്റിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഐമാക്സിൽ ചിത്രീകരിക്കപ്പെടുന്ന രാമായണം സിനിമയുടെ 1ഉം 2ഉം ഭാഗങ്ങൾ 2026, 2027 ദീപാവലി റിലീസുകളായാണ് എത്തുന്നത്.